നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര കുംഭാരത്തെരുവിൽ സ്ഥാപിച്ച കുടിവെള്ള ടാങ്ക് തകർന്ന് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. കൊടകര കുംഭാരത്തെരുവിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ച് BMS കൊടകര മേഖലാ പഞ്ചായത്ത് പദയാത്ര നടത്തി. DYFI കൊപ്രക്കളം കിണർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കായിക ലഹരി സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചിലവിൽ നവീകരിക്കുന്ന നെല്ലായി പന്തല്ലൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര കുംഭാരത്തെരുവിൽ സ്ഥാപിച്ച കുടിവെള്ള ടാങ്ക് തകർന്ന് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. കുംഭാരത്തെരുവ് പടിഞ്ഞാറേ നടക്കാവ് ശാന്തചന്ദ്രന്റെ വീടിന് മുകളിലേക്കാണ് ഏകദേശം 25 അടി മുകളിൽ നിന്ന് ടാങ്ക് തകർന്ന് വെള്ളം ശക്തിയായി പതിച്ചത്. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കുംഭാരത്തെരുവിലെ തുടർ വിദ്യാ കേന്ദ്രത്തിന് മുകളിൽ സ്ഥാപിച്ച 5000 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ടാങ്കാണ് തകർന്നത്. ടാങ്ക് എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അതുവരെ പ്രദേശവാസികൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പറഞ്ഞു. വാട്ടർ ടാങ്ക് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റന്നാൾ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയിൽ വെച്ചുകൊണ്ട് ഒരു കൊട്ടേഷൻ ക്ഷണിച്ച് നമുക്ക് വാട്ടർ ടാങ്ക് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പൊളിഞ്ഞു വീണ വീടിൻ്റെ കാര്യങ്ങളിലും ഞങ്ങളിവിടെ കൂട്ടമായിട്ട് വാർഡ് മെമ്പർ സ്വപ്ന, അതുപോലെ മറ്റ് പൊതുപ്രവർത്തകരെല്ലാവരും കൂടി ആലോചിച്ച് നിയമപരമായിട്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ മറ്റുള്ള സംവിധാനത്തിലൂടെ അത് തകർന്നു വീണത് പുനരുദ്ധാരണം ചെയ്ത് ശാന്തേച്ചിക്ക് കിടക്കാനുള്ള ഇടമുണ്ടാക്കി കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ജനപ്രതിനിധികളായ സ്വപ്ന സത്യൻ, CD സിബി തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. അകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കട്ട വീണു. ആ കട്ട വീണ് കഴിഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ട് വന്നപ്പോഴേക്കാണ് ഈ വെള്ളം ഇങ്ങനെ ചാടി. അപ്പോൾ എനിക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റിയില്ല. ഞാൻ അകത്ത് കിടന്ന് കുറേ നുള്ളൊളിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ ചാട്ടം കൊണ്ടും ആർക്കും മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വെള്ളം നിന്നു. ടാങ്ക് പൊളിഞ്ഞപ്പോൾ വെള്ളം ചാടി. പിന്നെ ഞാൻ ഒരു കണക്കിന് പുറത്തേക്ക് ഇറങ്ങി. കൊടകര കുംഭാരത്തെരുവിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. 2021 പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് കുംഭാരത്തെരുവിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ ഭാഗമായി 1 കോടിയുടെ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതിൽ ഉൾപ്പെട്ട ഒരു പദ്ധതിയാണ് കൊടകര പഞ്ചായത്തിലെ വാർഡ് 2, 3 പ്രദേശവാസികൾ ഗുണഭോക്താക്കളായ ഈ കുടിവെള്ള പദ്ധതി. പദ്ധതി ആരംഭിച്ച് 2 വർഷമായപ്പോഴേക്കും 5000 ലിറ്ററിന്റെ ഒരു ടാങ്ക് തകർന്നുവെന്നും മാറ്റിവെച്ച 5000 ലിറ്ററിന്റെ ടാങ്കാണ് ഇപ്പോൾ തകർന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരള സർക്കാർ കുംഭാര കോളനി നവീകരണത്തിൻ്റെ ഭാഗമായി 1 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒന്നാണ് ഈ കുടിവെള്ള പദ്ധതി. 14,60,000 രൂപ ചെലവാക്കി നടപ്പിലാക്കിയ ഈ കുടിവെള്ള പദ്ധതിയുടെ 2 ടാങ്കുകളിൽ ഒരു ടാങ്ക് പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ്. മറ്റേ ടാങ്ക് മുമ്പേ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. 40ഓളം കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്ന ഏക ആശ്രയമായിരുന്നു ഈ ടാങ്ക്. ഈ ടാങ്കാണ് ഇന്ന് പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇത് 2021 പണിതപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൽ അഴിമതിയുണ്ടെന്ന് പറയുകയുണ്ടായി. കാരണം പഴയൊരു ടാങ്കാണ് അന്ന് ഇവിടെ കൊണ്ടുവച്ചതുള്ളത്. അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ന് ഈ കോളനിയുടെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഒരു 5000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് തകർന്ന് അതിൽ വെള്ളം മുഴുവൻ ചോർന്നു പോയി പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, മറ്റൊരു ടാങ്ക് 5000-ൻ്റെ തന്നെ മുകളിലുണ്ട്. അത് ഒരുപാട് കാലമായിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. അതിന് ചോർച്ചയുണ്ട്. ഇപ്പോൾ അവരുടെ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്.
കൂടാതെ ഇതിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ തകരാറിലായതിനെ തുടർന്ന് മറ്റൊരു മോട്ടോർ വാങ്ങി നൽകിയതും കോൺഗ്രസ് പ്രവർത്തകരാണെന്നും ഇവർ പറഞ്ഞു. മോട്ടോർ കംപ്ലൈന്റ് ആയിട്ട് 40,000 രൂപ ഞങ്ങള് നന്നാക്കി. പരിപാടി മോട്ടറിന്റെ മാസം 2 മാസം 3 മാസം 3000 2000 വെച്ചിട്ട് നന്നാക്കി. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഞങ്ങൾക്ക് ഒരു മോട്ടർ അന്ന് കഴിഞ്ഞ വർഷം കോൺഗ്രസിന്റെ ആൾക്കാർ അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെ ഡ്രമ്മും കേടായിട്ടുണ്ട്, അപ്പൊ അവര് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാങ്ക് തകർന്ന് വെള്ളം കുത്തിയൊലിച്ച് വീട് ഭാഗികമായി തകർന്ന പടിഞ്ഞാറേ നടക്കാവ് ശാന്തയുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ടാങ്ക് മാറ്റി സ്ഥാപിക്കുന്നതുവരെ പ്രദേശവാസികൾക്ക് കുടിവെള്ളം എത്തിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകരായ വിനയൻ തോട്ടാപ്പിള്ളി, സദാശിവൻ കുറുവത്ത് തുടങ്ങി വിവിധ നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ച് BMS കൊടകര മേഖലാ പഞ്ചായത്ത് പദയാത്ര നടത്തി. മറ്റത്തൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ BMS ജില്ലാ വൈസ് പ്രസിഡന്റ് CK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. BMS കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ബിജേഷ് വട്ടേക്കാട് ജാഥ ക്യാപ്റ്റനായും ജാഥ മാനേജർ ND ബിബിൻ നയിക്കുന്ന പദയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം കൊടകര ടൗണിൽ സമാപിച്ചു. സമാപന സമ്മേളനം BMS സംസ്ഥാന സമിതി അംഗമായ TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ പ്രത്യേകത ഡിഫറൻസ് ബിറ്റ്വീൻ ട്രേഡ് യൂണിയൻ എന്നാണ് BMS അറിയപ്പെടുന്നത്. മറ്റു ട്രേഡ് യൂണിയനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടും നിലപാടുകളുമുള്ള ഒരു പ്രസ്ഥാനമാണ് BMS. ഭരിക്കുന്ന സർക്കാരുകളുടെ കൊടിയുടെ നിറം നോക്കാതെ ജനദ്രോഹ നയങ്ങൾക്ക് എതിരെ എന്നും ശക്തമായ താക്കീത് കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് BMS. അത് നമുക്ക് ഈ സംഘടനയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. DYFI കൊപ്രക്കളം കിണർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കായിക ലഹരി സംഘടിപ്പിച്ചു. കായിക പരിപാടികൾ വാർഡ് മെമ്പർ TK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അശ്വിൻ MT അധ്യക്ഷനായിരുന്നു. DYFI യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അഭിഷേക്, EMS ബ്രാഞ്ച് സെക്രട്ടറി ശബരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങൾ അരങ്ങേറി. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചിലവിൽ നവീകരിക്കുന്ന നെല്ലായി പന്തല്ലൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. പന്തല്ലൂർ കപ്പേള പരിസരത്ത് ആരംഭിച്ച നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, വാർഡ് മെമ്പർ KK രാജൻ, PR ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഠന പാഠ്യേതര രംഗത്ത് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്ന മികവുറ്റ പ്രകടനം നമ്മുടെ നാടിന്റെ വികസനത്തിന് ഉൾപ്പെടെ ഉതകുന്നതായിരിക്കണമെന്നും നല്ല പൗരന്മാരായി തീരുവാൻ പരിശ്രമിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ IAS പറഞ്ഞു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ LSS, USS, NMSS സ്കോളർഷിപ്പുകൾക്ക് അർഹരായ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഒരുക്കിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ചിറക് പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 500ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിരുമടത്തിൽ, കോശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ, വാർഡംഗം നീത പോൾ, SH CGS സിസ്റ്റർ ജോസ്ലിൻ, കൊരട്ടി MS UP സ്കൂൾ ഹെഡ്മാസ്റ്റർ സാജു ജോർജ് എന്നിവർ പങ്കെടുത്തു. രാവിലെ ഇന്ന് അവനെ കാണാതെയാണല്ലോ എനിക്ക് വന്നത്. അവൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി വന്നതുകൊണ്ട് അവനെ കണ്ടിട്ടല്ല എനിക്ക്, പക്ഷെ അവനെ പോലെ ഒരുപാട് മുഖങ്ങൾ കണ്ടുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കാൻ പറ്റിയതിന്റെ സന്തോഷം ഞങ്ങൾ പലർക്കും അവന്റെ പ്രായമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷം ഇപ്പോൾ എനിക്കുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ആ മുഖങ്ങളെല്ലാവരും തന്നെ ഈ ഒരു സമ്മാനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടും ഈ ട്രോഫീസ് നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ് അല്ലേ? ചാലക്കുടി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികൾക്ക് ദിശാബോധത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ചിറക് വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ മണ്ഡലത്തിൽ ആരംഭിച്ചത്. കൊടകര ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നറുക്കെടുപ്പ് നടത്തി. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 45 കൊല്ലത്തെ പാരമ്പര്യമുള്ള കൊടകര ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച വിസിറ്റ് ആൻഡ് വിൻ സ്വർണ്ണമാലയുടെയും പർച്ചേസ് ചെയ്യൂ മലേഷ്യയിലേക്ക് പറക്കൂ എന്നിവയുടെ നറുക്കെടുപ്പ് കൊടകര ഷോറൂമിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്
രണ്ടാമത്തെ ഷോറൂം ആഗസ്റ്റ് 21-ാം തീയതി ഉദ്ഘാടനം അനുബന്ധിച്ചിട്ട് ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഒരു സ്വർണ്ണമാല സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ്. ഒരു ഭാഗ്യശാലി അതിനെ നറുക്കെടുക്കാനായിട്ട് അമ്പിളി സോമൻ പ്രസിഡന്റിനെ കൊണ്ട് ഇഷാര ഗോൾഡിൻ്റെ ആകർഷകമായ സമ്മാനങ്ങൾ അടങ്ങുന്ന എന്താ പറയുക റെസിറ്റുകളാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ഭാഗ്യശാലികളെ നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കും. ഒരാൾക്ക് ആകർഷകമായ സമ്മാനമുണ്ട്, മറ്റൊരാൾക്ക് മലേഷ്യയിലേക്കുള്ള യാത്രയാണ് ഇഷാര നൽകുന്നത്. കൂപ്പൺ നറുക്കെടുപ്പിൽ സ്വർണമാലയ്ക്ക് അർഹനായത് വാസുപുരം തലപ്പുലത്ത് വീട്ടിൽ ശിവനാണ്. കൊടകരയിലെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്ന് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ മലേഷ്യൻ യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത ഭാഗ്യശാലി ആനന്ദപുരം ചേലുക്കാരൻ വീട്ടിൽ CM ശ്രീബാലയാണ്. ഹലോ, ഞാനേ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ശ്രീബാലയുടെ വീടല്ലേ? ശ്രീബാല എന്ന് പറയണത് മകളാണ് അല്ലേ? ഇഷാര ഗോൾഡിന്റെ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. പർച്ചേസ് ചെയ്തവർക്ക് ഇഷാര ഗോൾഡിൽ നിന്ന് കൊടകരയിൽ നിന്ന്. അപ്പം അത് നറുക്കെടുപ്പിൽ കപ്പിൾ ട്രിപ്പിന് മലേഷ്യയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് നറുക്കെടുപ്പിൽ ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ആ സന്തോഷം ഇവരെ അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. നറുക്കെടുപ്പ് ചടങ്ങിൽ ചെയർമാൻ രാജൻ ചെമ്പാറ, മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ, ഷോപ്പ് മാനേജർ സുബീഷ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ശിവൻ തലപുരത്തിന്റെ വീടല്ലേ? ഞാൻ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് വിളിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. അന്ന് ഇഷാരയിൽ വന്ന് സ്റ്റോൾ സന്ദർശിച്ചതിൽ നിന്ന് നറുക്കെടുക്കാനായിട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതിലെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള സ്വർണ്ണമാലയുടെ സമ്മാനം കിട്ടുന്നുണ്ട്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം മരണപ്പെട്ട മാരാംകോട് സ്വദേശി മുണ്ടപ്പള്ളി ശ്രീജിത്തിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുൻപിൽ കേരള ഉള്ളാടൻ മഹാസഭയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ജയതിലകൻ, മഹേഷ് ചേർത്തല, ശിവദാസൻ കണ്ണമാലി, ഉണ്ണി കാലടി, ടോമി കളമ്പാടൻ, AS ഗിരീഷ് ബാബു, സുജിത് സുരേഷ്, തിലകൻ നടുമുറ്റം എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് ശ്രീജിത്ത് മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ചത്. മുംബൈ എറണാകുളം ഓഖ എക്സ്പ്രസിൽ യാത്രക്കാരനായിരുന്ന ശ്രീജിത്തിന് ഷൊർണൂർ പിന്നിട്ടതോടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഹെൽപ്പ് ലൈൻ നമ്പറായ 112-ലും TTAയും വിവരമറിയിച്ചു. തൊട്ടടുത്ത സ്റ്റേഷനായ വടക്കാഞ്ചേരിയിൽ ട്രെയിൻ നിർത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും സ്റ്റോപ്പ് ഇല്ലെന്നായിരുന്നു മറുപടി. ഇതിനിടെ ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമായി. തുടർന്ന് ലോക്കോ പൈലറ്റിനെയും സ്റ്റേഷൻ മാസ്റ്ററെയും വിവരമറിയിച്ച് ട്രെയിൻ മുളകുന്നത്തുകാവ് സ്റ്റേഷനിൽ നിർത്താൻ തീരുമാനിക്കുകയും ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ സ്റ്റേഷനിലെത്തി അരമണിക്കൂറോളം നേരം ആംബുലൻസിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. തുടർന്ന് 10 മിനിറ്റ് ദൂരം മാത്രമുള്ള മെഡിക്കൽ കോളേജിലേക്ക് അരമണിക്കൂറിനിപ്പുറം ശ്രീജിത്തിനെ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇവിടെ നടത്താനിടയായതിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് ആദരണീയരായ ഉള്ളാടൻ മഹാസഭയുടെ നേതാക്കന്മാർ ഇവിടെ ആമുഖമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം 6-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ അഹമ്മദാബാദിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരനെ ഷൊർണൂരിൽ തീവണ്ടി യാത്രാ മധ്യേ ഷൊർണൂരിൽ വെച്ച് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഷൊർണൂരിൽ വെച്ച് തന്നെ തീവണ്ടിയിൽ വെച്ച് തന്നെ തനിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 11,390 രൂപ, പവന് 91,120 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും.
തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെള്ളം ചാരുതയാ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണ ശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര കുമ്പാരത്തെരുവിൽ സ്ഥാപിച്ച കുടിവെള്ള ടാങ്ക് തകർന്ന് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. കൊടകര കുമ്പാരത്തെരുവിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ച് BMS കൊടകര മേഖലാ പഞ്ചായത്ത് പദയാത്ര നടത്തി. DYFI കൊപ്രക്കളം കിണർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കായിക ലഹരി സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചിലവിൽ നവീകരിക്കുന്ന നെല്ലായി പന്തല്ലൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.